അപ്പം നമുക്ക് അപ്പാണ് കേട്ടോ. കലക്കി പാരുന്ന അപ്പാണ്. ലല്ലുവിന് നല്ല ഇഷ്ടമാണ്. ലല്ലു കഴിക്കും, കറിയില്ലാതൊക്കെ കഴിക്കും. പിന്നെ നമുക്ക് അപ്പാണ്. ലല്ലു അപ്പൊ അത് ഇതിക്കാണെന്നുണ്ടെങ്കിൽ കറിയൊന്നും വേണ്ടേ നമുക്ക്. കറി വേണമെന്നത് ലല്ലു വെറുതെ കഴിച്ചോളും. ചായയൊക്കെ കുടിച്ച് നല്ല ചായയിൽ കുറച്ച് പഞ്ചസാര നല്ല മധുരം ഇട്ട് കൊടുത്താൽ കഴിച്ചോളും. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കും. അപ്പൊ ചൂടോടാണ് ഇങ്ങനെ കഴിക്കണം. ആയോ കേട്ടോ. ഇത് നമുക്ക് ഈ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലല്ലുവിന് സ്കൂളിൽ കൊടുത്തു വിടും ചെയ്യാം. എന്നും ഇങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും കൊടുത്തയക്കണ്ടല്ലോ. ഇതാകുമ്പോ കഴിച്ചോളും. അപ്പൊ അപ്പം വേണോ? ചായ അവിടെ ഉണ്ട് കേട്ടോ. അമ്മ വെച്ചിക്കോട്ടോ. അപ്പൊ ഞമ്മളേ ഇന്നലെ ഈ അപ്പം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ ചുട്ടപ്പോ ഇത് കിട്ടണില്ല. 2 ദിവസം ഒരു 4 ദിവസമായി ഇപ്പൊ ചുട്ടിട്ട്. അത് ഇവിടെ അടിയിൽ പിടിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പിടിക്കുക. അപ്പൊ ഇങ്ങോട്ട് ഇത് പിടിച്ചിട്ട് കിട്ടണില്ല. അപ്പോ നമ്മള് കുറച്ച് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ മതി, അല്ലെങ്കിൽ ഓയിലോ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ട് അത് വേറെ പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചുട്ടാൽ മതി. അപ്പോ നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പം നല്ല രീതിയിൽ പോരുട്ടോ. അപ്പൊ ഇന്ന് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം. അപ്പോ അങ്ങനെ ഒന്ന് ചുട്ട് നോക്കോണ്ട് കേട്ടോ. എല്ലാരും ചെയ്തിട്ടുണ്ടാവും. പിന്നെ അപ്പൊ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അപ്പം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. കറിയൊന്നും വേണ്ട. അതല്ല ഞാൻ പറഞ്ഞോ. താട്ടനെ കാണോ? ആണോ? ആണോ? കാണൂല. ഇങ്ങോട്ട് തിരിച്ചു. ഇപ്പൊ കണ്ടോ? ഇതുണ്ടോ? ഇങ്ങോട്ട് പോരാ അപ്പം. ഇന്നലൊക്കെ ഇത് ഇങ്ങനെ കാട്ടിട്ട് അപ്പം എടുത്തേന്ന് കിട്ടാഞ്ഞിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണതാണ്. അങ്ങനെ ചെയ്ത പെട്ടെന്ന് കിട്ടും. ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കോണ്ട് കേട്ടോ. അപ്പൊ അപ്പം ചുടുമ്പോ ഇതിൽ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കോണ്ടു.